സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ആമിർ ഇബ്നു സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ആരെങ്കിലും പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ ബിസബ്ഇ തംറാത്തിൻ അജ്വാ, മദീനയിൽ അറിയപ്പെട്ട മുന്തിയ ഇനം ഈത്തപ്പഴമാണ് അജ്വാ എന്ന് പറയുന്ന ഈത്തപ്പഴം. ആ ഈത്തപ്പഴത്തിൽ നിന്ന് 7 ഈത്തപ്പഴം ആരെങ്കിലും ഭക്ഷിച്ചാൽ ലം യദുറുഹു ദാലികൽ യൗമി സുമ്മു വലാ സിഹർ. സഹീഹുൽ ബുഖാരി വ സഹീഹ് മുസ്ലിം വ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു. ആ ദിവസം അവനിക്ക് ഒരു വിഷമോ അല്ലെങ്കിൽ മാരണമോ കൂടോത്രമോ ഏൽക്കുകയില്ല, ബാധിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, കുലു തംറ അലൽ ബീളി ഫഇന്നഹു യഖ്തുലു ദൂദ്. മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാവിലെ ഈത്തപ്പഴം കഴിക്കുക, കാരക്ക കഴിക്കുക. എന്തിനാണത്? ഫഇന്നഹു യഖ്തുലു ദൂദ്, വയറിലുള്ള കൃമികളെ മുഴുവനും അത് നശിപ്പിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അഖ്ലു തംരി അമാനുൻ മിനൽ ഊലത്ത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയുന്നത്, കാരക്ക ഭക്ഷിക്കുന്നത്, ഈത്തപ്പഴം തിന്നുന്നത് അമാനുൻ മിനൽ ഊലത്ത്, ഊലത്ത് എന്ന് പറയുന്ന രോഗത്തിൽ നിന്നും അത് സംരക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താ ഊലത്ത് എന്ന് പറഞ്ഞാൽ? ഗുരുതരമായ വയറുവേദന, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉണ്ടാകുന്ന വയറുവേദനയൊക്കെ അത് നീക്കിക്കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സിദ്ധാന്തമാണ് ഈത്തപ്പഴം എന്നുള്ളത്. മാത്രമല്ല റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലിൻ നുഫസാഇ ഇൻദി ശിഫാഉ മിസ്ല റുതബ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസ്ഥിയുരുക്കത്തിന് ഉണ്ട് എന്ത്? മിസ്ല റുതബ്, ഈത്തപ്പഴത്തിൽ ശിഫായുണ്ട് എൻ്റെ അടുക്കൽ എന്ന് റസൂലുള്ളാഹി. മാത്രമല്ല വലിൽ മരീദി മിസ്ലൽ അസൽ, അവരെ രോഗിയായ രോഗികൾക്കൊക്കെ ശമനമുണ്ട് തേനിൽ നിന്നും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈത്തപ്പഴം ധാരാളം രോഗങ്ങൾക്ക് ശമനമാണ്. ധാതുബലം വർദ്ധിപ്പിക്കുവാനും ശരീരം പോഷിപ്പിക്കുവാനും അത് ധാരാളമാണ്. മാത്രമല്ല ധാരാളം പോഷക അംശങ്ങൾ ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. നിന്ന് സ്ഥിരമായി ശീലിക്കാത്തവർക്ക് ശരീരത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. അതിൽ നിന്നുണ്ടാകുന്ന ഗുണം കുറവായിരിക്കും. അമിതമായി കഴിച്ചാൽ തലവേദനയും വാതവും വന്നേക്കാം, പല്ലിനോ ദോഷകരമായി അത് വന്നേക്കാം. എന്നാൽ ഈത്തപ്പഴം കൊണ്ട് കാച്ചിയ പാൽ രാത്രി ഭക്ഷണശേഷത്തിന് ശേഷം കഴിക്കുന്നത് അത് വീര്യക്കുറവ് പരിഹരിക്കുമെന്നും ഈത്തപ്പഴം കഴിക്കുന്ന ഗർഭിണികൾക്ക് സുഖപ്രസവം ഉണ്ടാകുമെന്നും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈത്തപ്പഴം എന്നുള്ളത് വലിയ ഔഷധമാണ്. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ സിദ്ധൌഷധമാണെന്ന് മനസ്സിലാക്കി രാവിലെ നമ്മൾ അത്താഴം കഴിക്കുന്ന സമയത്തും മറ്റുമൊക്കെ, അത്താഴം കഴിക്കുന്ന നോമ്പിൽ മാത്രമല്ല, നോമ്പിന്റെ ശേഷവും രാവിലെ വെറും വയറ്റിൽ ഒരു 3-7 ഈത്തപ്പഴം സ്ഥിരമായി കഴിക്കുകയും അതിനോടൊപ്പം തന്നെ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുകയും ചെയ്യുക, അത് ശീലമാക്കിയാൽ വലിയ പ്രയാസങ്ങളിൽ നിന്നും ശരീരത്തിന്റെ രോഗങ്ങളിൽ നിന്നുമൊക്കെ അത് മാറ്റാൻ ഏറെ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല രാത്രി നാം നോമ്പ് മുറിക്കുന്ന സമയത്തും ഈത്തപ്പഴം ഭക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഈത്തപ്പഴം 3 ഈത്തപ്പഴം ഭക്ഷിച്ചതിന് ശേഷം അതിന്റെ പിറകെ വെള്ളം കുടിക്കുക. നേരക വെള്ളമൊക്കെ ലാസ്റ്റാണ്